ഇപ്പോൾ കോഴിക്കോട് MT രമേശ് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. ഉദ്യോഗസ്ഥന്മാരും നല്ല ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനോട് സഹകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം നീക്കങ്ങൾ ഇല്ലാതാക്കണം എന്നുള്ളതാണ് ഒരു മറ്റൊരു കാര്യം. ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കാനുള്ളത്, തെരഞ്ഞെടുപ്പിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അജണ്ടയെ ബോധപൂർവം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കഴിഞ്ഞ 2 ദിവസമായിട്ട് കേരളത്തിലുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട അജണ്ട മോഡിയുടെ ഗ്യാരണ്ടിയാണ്. ആ മോഡിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വിഷയമായി ചർച്ച ചെയ്താൽ അതിൻ്റെ പ്രയോജനം ദേശീയ ജനാധിപത്യ സഖ്യത്തിനായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് മറ്റു പല വിവാദങ്ങളും ഉണ്ടാക്കി യഥാർത്ഥമായിട്ടുള്ള അജണ്ടയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമുണ്ടായത്. അത് മോഡി ഗ്യാരണ്ടി എന്നുള്ള ഏറ്റവും ഫലപ്രദമായൊരു മുദ്രാവാക്യത്തെ പിറകിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ആസൂത്രിതമായ ഒരു നീക്കമാണ്. ഈ വിവാദങ്ങളെല്ലാം അവർ പരസ്പരം തീരുമാനിച്ചുറപ്പിച്ച വിവാദങ്ങളാണ്. തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും ആദ്യം അവർ പരിശ്രമിച്ചത് ആളുകളെ മതപരമായിട്ട് ചേരിതിരിക്കാനായിരുന്നു. CAയുടെ വിജ്ഞാപനം വന്നപ്പോൾ ആ വിജ്ഞാപനത്തിനെതിരായിട്ട് രാജ്യത്തൊരിടത്തും ഒരു പ്രക്ഷോഭം ഉണ്ടായിട്ടില്ല. സത്യത്തിൽ അങ്ങനെയാണെങ്കിൽ ഡൽഹിയിലല്ലേ പ്രക്ഷോഭം ഉണ്ടാകേണ്ടത്? തലസ്ഥാന നഗരിയിൽ. CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോയുടെ ആസ്ഥാനം എവിടെയാണ്? AICCയുടെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹിയിൽ CAക്കെതിരായിട്ടൊരു പ്രക്ഷോഭം ഉണ്ടായിട്ടില്ലല്ലോ. ഏറ്റവും കൂടുതൽ മുസ്ലിം സമൂഹം താമസിക്കുന്നത് ഉത്തർപ്രദേശിലും പശ്ചിമ ബംഗാളിലല്ലേ, കേരളത്തെക്കാൾ കൂടുതൽ. അവിടെ ഇതിനെതിരായിട്ടുള്ള ഒരു ചെറിയ റാലി പോലും കോൺഗ്രസ് സംഘടിപ്പിച്ചു. CPM-ന് അവിടെ സംഘടിപ്പിക്കാൻ സാധിക്കില്ല ഉത്തർപ്രദേശിൽ. പക്ഷേ CPM-ന് ബംഗാളിൽ സംഘടിപ്പിക്കാമല്ലോ. CAക്കെതിരായിട്ട് കേരളത്തിൽ നടത്തിയതുപോലെ ഏതെങ്കിലും ഒരു റാലി പശ്ചിമ ബംഗാളിൽ CPM നടത്തിയോ? CPM-ന് സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്ത് നടത്തിയോ? ഇന്ത്യയിൽ എവിടെയെങ്കിലും നടത്തിയോ? ഈ രാജ്യത്തൊരിടത്തും നടത്താത്ത ഒരു റാലിയും പ്രതിഷേധവും കേരളത്തിൽ മാത്രം എന്താണ് CPM നടത്തിയത്? മുസ്ലിം ലീഗ് നടത്തിയോ? മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ചില സംസ്ഥാനം, ഉദാഹരണം തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗ് ഉണ്ടല്ലോ. പൗരത്വ നിയമത്തിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ച ശേഷം അതിനെതിരായിട്ട് മുസ്ലിം ലീഗ് തമിഴ്നാട്ടിൽ റാലി നടത്തിയോ? കാരണം ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്തൊരു പ്രശ്നം കേരളത്തിൽ കൊണ്ടുവന്നത് ബോധപൂർവം തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട അട്ടിമറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. CPM-ഉം കോൺഗ്രസും വിചാരിച്ചത് പഴയതുപോലെ മുസ്ലിം സമൂഹം മുഴുവൻ തെരുവിലിറങ്ങും. CAക്കെതിരായിട്ടുള്ള ആദ്യത്തെ പ്രക്ഷോഭം നടന്ന സമയത്ത് നമുക്കറിയാം, കേരളത്തിൽ വ്യാപകമായിട്ട് മുസ്ലിം സമൂഹം തെരുവിലിറങ്ങിയിരുന്നു. അത് അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ്. എത്രയോ സ്ഥലത്ത് BJP പ്രവർത്തകന്മാരെ വീട്ടിൽ കയറ്റാത്ത അനുഭവം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കോഴിക്കോട് കുറ്റിച്ചിറ ഭാഗത്തൊക്കെ ഞങ്ങൾക്ക് ഗോബേക്ക് എഴുതി വെച്ച വീടുകളുണ്ടായിരുന്നു. ഞങ്ങൾ സമ്പർക്കം നടത്താൻ വേണ്ടി പോയപ്പോൾ RS-കാരനും BJP-കാരും ഞങ്ങളുടെ നല്ല പോളിംഗ് കോഴിക്കോട് ഉണ്ടായിട്ടുണ്ടെന്നാണ് MT രമേശ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന അജണ്ട മോദി ഗ്യാരണ്ടിയാണ്. എന്നാൽ മറ്റ് വിവാദങ്ങൾ ഉണ്ടാക്കി ഈ അജണ്ട അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും MT രമേശ് പറയുന്നു. കോഴിക്കോട് കൊടിയത്തൂരിൽ പക്ഷികളെ ക്രൂരമായി